ലാസ്റ്റ് മിനിറ്റ് ഷോർട്ട് കട്ടിൽ ഒരു പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻ പെട്ടെന്ന് നോക്കിയാലോ? ഇതെന്ന് പറയുന്ന ഒരു PYQ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു പെർസെൻറ്റേജ് വെച്ച് മാത്രം എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾക്ക് പെട്ടെന്ന് ഇത് സോൾവ് ചെയ്യാം. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? എ റിഡക്ഷൻ ഓഫ് 15% ഇൻ ദി പ്രൈസ് ഓഫ് വീറ്റ് എന്ന് പറയുന്നുണ്ട് അല്ലേ? അതായത് വീറ്റിൽ എന്ത് ചെയ്യുന്നു? വീറ്റിന്റെ പ്രൈസ് 15% കുറയുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി, റൈറ്റ്? അതിനുശേഷം എന്താ പറഞ്ഞിരിക്കുന്നത്? അതിനുശേഷം എത്ര വാങ്ങാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ദ റെഡ്യൂസ്ഡ് പ്രൈസ് ഓഫ് വീറ്റ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ സപ്പോസ് വീറ്റിന്റെ പ്രൈസ് ആദ്യം 100 രൂപയാണെന്ന് വിചാരിച്ചോളൂ, ഇമാജിൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ 15% കുറഞ്ഞ് അത് എന്തായിട്ട് മാറും? അത് 85 ആയിട്ട് മാറില്ലേ? ഇത് ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ നമുക്ക് റേഷ്യോ ഫോം എടുക്കുവാണെങ്കിൽ എന്തായിരിക്കും വരുന്നത്? 5 വെച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ ഇവിടെ 20 വരും. ഇവിടെ എന്ത് വരും? ഇവിടെ നമുക്ക് 17 വരും. അതായത് 20:17 എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ. അതായത് ഇതിന്റെ ഒറിജിനൽ പ്രൈസ് എന്തായിരിക്കും വരുന്നത്? കാരണം നമ്മളിവിടെ 100ഉം 85ഉം എടുത്തത് ഡെമ്മി വാല്യൂ ആയിരുന്നു. അതായത് നമ്മൾ ഇമാജിൻ ചെയ്തതാണ്. 100 രൂപ ആയിരുന്നെങ്കിൽ അത് 15% കുറഞ്ഞ് അത് എന്താകും? 85 ആവും നമ്മൾ മനസ്സിലാക്കി അല്ലേ? അപ്പൊ റേഷ്യോ എന്താണ് വരുന്നത്? റേഷ്യോ എന്ന് പറയുന്നത് 20:17 ആയിരിക്കും. അതായത് ഇതിന്റെ ഒറിജിനൽ പ്രൈസ് ഓഫ് വീറ്റ് എപ്പോഴും എന്തായിരിക്കും? ഇനിഷ്യലി ഈ 20യുടെ മൾട്ടിപ്ലൈ ആയിരിക്കില്ലേ? ആലോചിച്ച് നോക്ക് അല്ലേ? കാരണം ആദ്യം പ്രൈസ് 20 ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് എന്തായി മാറി? 17 യൂണിറ്റ് ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒറിജിനൽ പ്രൈസ് അല്ലെ, ഒറിജിനൽ പ്രൈസ് ഓഫ് വീറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 20 മൾട്ടിപ്ലൈ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ റെഡ്യൂസ്ഡ് പ്രൈസ് ഓഫ് വീറ്റ് എന്തായിരിക്കും? അതെന്ന് പറയുന്നത് 17 മൾട്ടിപ്ലൈ ആയിരിക്കും. ഇത് ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒക്കെ എന്താണ്? റെഡ്യൂസ്ഡ് പ്രൈസ് ആണ്. അപ്പൊ റെഡ്യൂസ്ഡ് പ്രൈസ് ആവണമെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കണം? തന്നിരിക്കുന്നതിൽ ഏതെങ്കിലും ഒന്ന് 17ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. 75 17ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. 70 ആണോ? അല്ല. 65 ആണോ? അല്ല. പക്ഷെ 68 എന്ന് പറഞ്ഞാൽ എന്താണ്? 17 into 4 ആണ് എന്തെന്ന് പറയുന്നത്? 68 എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായല്ലോ? ഇതെന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഒരു 10 സെക്കൻഡിന് താഴെ ഇത് എടുക്കുള്ളൂ. ഒരു PYQ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ ഇത്തരം പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതുപോലത്തെ ഷോർട്ട് കട്ട്സ് ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്.